നമ്മൾ എത്തിയേക്കുന്ന പൂഞ്ചിക്കരിയിലാണ്. അങ്ങനെ സ്പൽബറിനെ തേടിയുള്ള എൻ്റെ യാത്ര പൂഞ്ചിക്കരിയിൽ അവസാനിച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞാനുള്ളത് പൂഞ്ചക്കരി. ഇത് തിരുവനന്തപുരത്ത് എൻ്റെ തറവാട് വീടിൻ്റെ അടുത്തായിട്ട് വരും. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രാവിലെ ഇവർ ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങുന്നുണ്ട്. കാരണം ആ ഒരു സീനറീസ് പിന്നെ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് വൈബ്സ് ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലേസിലാണ് നമ്മുടെ കിരീടം ആ ഒരു മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മറ്റേ കണ്ണീർ പൂവിൻ്റെ ആ പാട്ടൊക്കെ ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. സോ അത് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ പോകുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. ആക്ച്വലി ഇവിടെ രാവിലെ പൊതുവെ എല്ലാവരും വാക്കിങ്ങിന് വരാറുണ്ട്. പിന്നെ നല്ലൊരു അന്തരീക്ഷമാണ്. കാമൻ കുറച്ച് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. മാക്സിമം ഒരു 6:30 വരെയൊക്കെ നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. പിന്നെ പൊതുവെ ഇപ്പം ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു തണുപ്പും ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേക്കും അവിടുത്തെ ഷാപ്പ് ഓപ്പൺ ആവും. പിന്നെ അതിൻ്റെ ഒരു റഷ് ഉണ്ടാവും. മീൻ പിടിക്കാനും വരുന്നവരുണ്ട്, പിന്നെ കുളിക്കാൻ വരുന്നവരുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് മറ്റേ വെള്ളയാനി കായൽ. അപ്പോൾ അവിടെ വരുന്നവരുണ്ട്. അങ്ങനെ അവിടെ ഫുള്ളും ചുറ്റി നടന്ന് കണ്ടു, ചായയൊക്കെ കുടിച്ചു, തിരിച്ച് ഞങ്ങൾ നേരെ പോയത് ടർഫിലാണ്. മീൻസ് അവിടെ 2 ബ്രദർഹുഡ് അവിടെ ഉണ്ട്, 2 പേര് അനിയന്മാരുണ്ട്. അവരെ കാണാനായിട്ടാണ് ചെന്നത്. രാവിലെ എന്താണ് അവിടെ കാണിക്കുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ പോയതാ. പിന്നെ ചേട്ടൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇത് ഈ ലൈറ്റ് ബ്ലൂ ഷർട്ട് ഇട്ടേക്കുന്നതാണ് ഷിയാൻ. പിന്നെ അവരുടെ പ്രാക്ടീസും ഗെയിമും അങ്ങനെ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഫുട്ബോളാണ്. പക്ഷേ ഈ ഫുട്ബോൾ വെച്ച് ഞാൻ ത്രോ ബോൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. സോ എനിക്ക് ഫുട്ബോൾ നെക്സ്റ്റ് പേഴ്സൺ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് ഷിൻസാണ്. ഗോളിയായിട്ടാണ് നിൽക്കുന്നത്. ഞാനിതൊക്കെ കണ്ട് വെറുതെ തേരാപ്പാര നടക്കുന്നുണ്ടായിരുന്നു. ഇവർ അവിടെ കളിക്കും. ചേട്ടനും ഇടയ്ക്ക് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേറൊരു പരിപാടിയുമില്ല. എനിക്ക് ഫുട്ബോൾ കാണാറുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാര്യങ്ങൾ അറിയത്തില്ല. ബട്ട് കാണാൻ നല്ല രസമുള്ള ഗെയിമല്ലേ ഫുട്ബോൾ. ഓടിക്കളിക്കുന്ന കാര്യമില്ല, മനസ്സിലായോ? ഇങ്ങനെ ഓടിക്കളിച്ച് നിന്റെ എനർജി ലൂസ് ആവും. നീ മെന്നു മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്ത് കളിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റായിരുന്നു. കാരണം രാവിലെ നേരത്തെ എണീച്ചതുകൊണ്ടാണ്. സാധാരണ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് 10 മണി വരെ കിടന്നുറങ്ങും, ക്ലാസ്സില്ലല്ലോ. അപ്പം അത് ഇന്ന് നേരത്തെ എണീച്ചു. ഒന്നും ചെയ്യാനില്ലെങ്കിലും നേരത്തെ എണീച്ചു. എന്തൊക്കെയോ വാക്കിങ് അതൊക്കെ ചെയ്തപ്പോൾ മൈൻഡ് ഭയങ്കര ഫ്രഷായി, ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിലുള്ള കുറച്ച് ക്ലിപ്സാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇതൊരു കുട്ടി വീഡിയോ ആണ്. ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരു കുഞ്ഞ് ഫംഗ്ഷൻ എടുത്തതാണ്. തറവാട് വീട്ടിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് റിനോവേഷൻ ഉണ്ടായി. സോ അതിൻ്റെ പരിപാടിയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറച്ച് പേരായിട്ട് ഒരു വെഞ്ചരിപ്പുണ്ട്. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ വിശന്നിരുന്നു, ലേറ്റായിപ്പോയി എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. കാരണം ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇതൊക്കെയാണ് കുട്ടിപ്പട്ടാളം. ബാക്കിൽ നിൽക്കുന്നത് ഷെന. ഞാൻ ഓൾറെഡി പണ്ടത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടാവും പേര്. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാവരും ഇരുന്ന് മാറി മാറി സംസാരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. പിന്നെ ഡിസ്കഷൻ കാര്യങ്ങൾ അറിയാമല്ലോ. ഫാമിലീസൊക്കെ ഒന്ന് ചേരുമ്പോഴത്തേക്ക് വള അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഫുൾ വൈറ്റ് തീംഡ് ആയിട്ടാണ് വീട് എടുത്തിട്ടുള്ളത്. ഫുൾ വൈറ്റ് ബേസ്ഡ് ആണ്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വൈറ്റ് കാണുമ്പോഴത്തേക്ക് നമുക്ക് പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് വരത്തില്ല. ആ ഒരു ഇതായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ആ ഒരു ദിവസം പോയി. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറി. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, സ്വന്തമായൊന്നുമില്ല സർവ്വതും നിന്ദാ
സുഖമായി ഉറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനാ